ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. ബ്രിഗാദിയ ഗോൾഡൻ ഡയമണ്ട്, ചാവക്കാട്. ആലുകാരൻ സിൽവർ ജ്വല്ലറി, ചേറ്റുവ റോഡ്, ചാവക്കാട്. ചേറ്റുവ റോഡ്, വാടാനപ്പള്ളി. ഗുരുവായൂർ ക്ഷേത്രപ്രവേശന സത്യാഗ്രഹ സ്മാരക സമിതി ഏർപ്പെടുത്തിയ കേളപ്പജി പുരസ്കാരം മാതൃഭൂമി ചെയർമാനും മാനേജിംഗ് എഡിറ്ററുമായ PV ചന്ദ്രന് ഗോവ ഗവർണർ PS ശ്രീധരൻപിള്ള സമർപ്പിച്ചു. 11,111 രൂപയും ശില്പി എളവള്ളി നന്ദൻ രൂപകൽപ്പന ചെയ്ത ശില്പവും പ്രശസ്തിപത്രവും പൊന്നാടയും അടങ്ങുന്നതാണ് പുരസ്കാരം. ഗുരുവായൂർ രുക്മണി റീജൻസിയിൽ നടന്ന പുരസ്കാര സമർപ്പണ ചടങ്ങിൽ സത്യാഗ്രഹ സ്മാരക സമിതി ചെയർമാൻ ഡോക്ടർ A ഹരിനാരായണൻ അധ്യക്ഷത വഹിച്ചു. മുൻ MLA TV ചന്ദ്രമോഹൻ മുഖ്യാതിഥിയായി. നഗരസഭാ കൌൺസിലർ ശോഭ ഹരിനാരായണൻ, മമ്മിയൂർ ദേവസ്വം ചെയർമാൻ GK പ്രകാശൻ, സത്യാഗ്രഹ സ്മാരക സമിതി കൺവീനർ ഷാജു പുതൂർ, കോർഡിനേറ്റർ കല്ലൂർ ഉണ്ണികൃഷ്ണൻ, സമിതി അംഗം സുവർണ മനോജ് തുടങ്ങിയവർ സംസാരിച്ചു. ഹൃദയത്തിൽ സന്നിവേശിപ്പിച്ച ബന്ധത്തെക്കുറിച്ച് സൂചിപ്പിക്കാനാണ്. അങ്ങനെയുള്ള ഒരാൾക്ക് അവാർഡ് നൽകാൻ എനിക്ക് കിട്ടിയ അവസരം 2 കാരണങ്ങളെ കൊണ്ട് വലിയൊരു ദൈവം തന്ന, ഗുരുവായൂരപ്പൻ തന്ന ബഹുമതിയായി, ഒരവസരമായി, ഒരു ബഹുമതിയായി ഞാൻ കരുതുകയാണ്. കേളപ്പജിയുടെ പേരിലാണ് പുരസ്കാരം. ഇവിടെ പ്രഭാഷണം പറയുകയുണ്ടായി, നമ്മുടെ പുതിയ തലമുറയ്ക്ക് ഇതൊക്കെ പകർന്നു കൊടുക്കണ്ടേ എന്ന് അദ്ദേഹം ആനുഷാംഗികമായിട്ട് സൂചിപ്പിക്കുകയുണ്ടായി. നമുക്ക് പറ്റുന്നൊരു വലിയ പോരായ്മ ഏതെന്ന് ചോദിച്ചാൽ, നമുക്കെല്ലാം ഇതിനെപ്പറ്റിയൊക്കെ അറിയാം. എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ആളുകൾക്ക്, അല്ലെങ്കിൽ ഗുരുവായൂരുള്ള ആളുകൾക്കൊക്കെ അറിയാം. ഗുരുവായൂർ സത്യാഗ്രഹത്തിൻ്റെ പ്രസക്തി എന്താണ്, കേളപ്പജിയുടെ പ്രസക്തി എന്താണ്. അന്ന് ആ സമരത്തിന് വേണ്ടി മുന്നിട്ട് നോക്കിയ ആളുകൾ കേളപ്പജിയായാലും അന്നത്തെ പത്മനാഭനായാലും അതുപോലെ തന്നെ AK ഗോപാലൻ, കൃഷ്ണപിള്ള, വ്യത്യസ്തമായ എല്ലാ മേഖലകളിൽപ്പെട്ടവരും മുന്നിട്ട് ആളുകൾ അന്ന് പങ്കെടുത്തവർ. അവരൊക്കെ ഈ സമൂഹത്തിന്റെ മാനബിന്ദുക്കളായി മാറിയ പശ്ചാത്തലവും സാഹചര്യവും ഒക്കെ എനിക്കറിയില്ല പുതിയ തലമുറയിലേക്ക് മലയാളികൾക്ക് നമുക്ക് പകർന്നു കൊടുക്കാൻ സാധിച്ചു. കേളപ്പജിക്ക് പകരം കേളപ്പജി പുരുഷായുസ് മുഴുവൻ അദ്ദേഹത്തിന്റെ പ്രവർത്തന മേഖല കേരള ഗാന്ധി എന്നാണ് നമ്മളെല്ലാവരും അദ്ദേഹത്തെ വിളിക്കുന്നത്. ഗാന്ധിജിയുടെ കർമ്മമേഖല മൈ മെസ്സേജ് ഈസ് മൈ ലൈഫ്. എനിക്കൊന്നും കൂടുതൽ പറയാനില്ല. എൻ്റെ ജീവിതത്തിലേക്ക് നോക്കിയാൽ എൻ്റെ തത്വശാസ്ത്രം എന്താണ്, ആദർശം എന്താണ്, എൻ്റെ ജീവിതമാണ് എന്താണെന്ന് പറയാവുന്ന, നമുക്കിടയിൽ നമ്മുടെ നാടിന് വേണ്ടി ജീവിച്ച് ഇന്ന് ലോകത്തിന് മുഴുവൻ സ്വത്തും മുത്തുമായി മാറിയ ഗാന്ധിജി, ആ ഗാന്ധിജിയുടെ കേരളത്തിലെ ആ പേരുമായി ഒരു മലയാളി ഗാന്ധിയെ നമുക്ക് കിട്ടുമ്പോൾ കേളപ്പജിയായി. സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ എന്തിന് അധിക പലിശ നൽകണം? 1 രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി, വീക്ക്ലി, മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ്. കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം. പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ. ആലുകാരൻ ഗോൾഡ് ലോൺ, വാടാനപ്പള്ളി, ഒരുമനയൂർ, ചാവക്കാട്, ഗുരുവായൂർ. എന്റേത് മാത്രമായ ചില ഇഷ്ടങ്ങൾ അണിയുമ്പോൾ ഞാൻ ആസ്വദിക്കുന്ന സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത. എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് തിളങ്ങാൻ. ആലുകാരൻ ജ്വല്ലറി, മുത്തൻമാവ്, ഒരുമനയൂർ, മുതുവട്ടൂർ, ചാവക്കാട്, വില്യംസ്, ഒരുമനയൂർ.